ഓക്കെ, സോ ഹായ്, വെൽക്കം ടു ASB അക്കാഡമി. എല്ലാവർക്കും ASB അക്കാഡമി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഗ്രൂപ്പ് ഡിയുടെ കേസും കാര്യങ്ങളും എല്ലാം അതിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എക്സാം ഡേറ്റിന്റെ മറ്റു കാര്യങ്ങളും ഡൗട്ടും കാര്യങ്ങളെല്ലാം ഓൾറെഡി എല്ലാവർക്കും ഉണ്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. കാരണം ഇന്ന് അതിന്റെ എന്താണ് 12th നവംബറിന് അതിന്റെ ഹിയറിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് എന്താണ് ഇതിന്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു കേസിന്റെ കാര്യത്തിൽ വന്നിരിക്കുകയാണ് അല്ലെ. ഇന്ന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ക്യാറ്റ് അല്ലെ നമ്മുടെ ട്രൈബ്യൂണൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനകത്തൊരു ഫൈനൽ വെർഡിക്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? ഓൾറെഡി ഒരു കേസിന്റെ കാര്യം കുറച്ച് നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ IT-യുടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തു നിന്ന് കൊടുത്ത ഒരു അപ്പീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ടെൻഷൻ അല്ലേ. അപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ഒരു ഓർഡർ എന്താണ്, ഇല്ലെങ്കിൽ അതനുസരിച്ച് ഞാൻ അങ്ങോട്ടുള്ള എക്സാം ഡേറ്റിന്റെ കാര്യങ്ങളിലും എല്ലാം എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടാകും, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എല്ലാവരും സ്റ്റാർട്ട് ടു എൻഡ് വീഡിയോ കൃത്യമായിട്ട് കാണുക, പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട്. ഓക്കെ, ഇതിനകത്ത് എക്സാം ഡേറ്റിന്റെ മറ്റു കാര്യങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഇനി എങ്ങനെ പഠിക്കണം എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പൊ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഏറ്റവും ഞാൻ പറഞ്ഞില്ല, ഇന്നാണ് നമുക്ക് ഇതിനകത്ത് ഒരു ഫൈനൽ വേർഡിക്റ്റ്. ഇത്രയും നാൾ നമ്മൾ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓർഡർ റിസർവ്ഡ് എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ. ഓർഡർ റിസർവ്ഡ് അല്ലെങ്കിൽ കേസിന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു, പെൻഡിങ് എന്നായിരുന്നു കടന്നിരുന്നത്. ഇപ്പൊ അതെല്ലാം മാറിയിട്ട് നമ്മൾ സൈറ്റ് പരിശോധിച്ചാൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഒഫീഷ്യലായിട്ട് ഇതിനകത്തൊരു വിധി വന്നിട്ടുണ്ട്, അതൊരു ഫൈനൽ വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് വന്നിരിക്കുന്ന വിധി അനുസരിച്ച് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇപ്പൊ നോക്കി പെൻഡിങ് എന്നുള്ളത് മാറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പെൻഡിങ് മാറിയിട്ട് പകരം നിങ്ങൾക്ക് അവിടെ ഡിസ്മിസ്ഡ് എന്ന് കാണാനായിട്ട് പറ്റും. ഡിസ്മിസ്ഡ് എന്ന് കാണാനായിട്ട് വരും. അതായത് നമ്മുടെ ക്യാറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഈ ഒരു ഇതിനകത്ത് കേസിലെ ഫൈനൽ വേർഡിക്റ്റ്, ആ കേസ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അതേ നമുക്കറിയാം GD ഗ്രൂപ്പ് ഡിയുടെ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന പോലെ ടെക്നിക്കൽ പോസ്റ്റുകളിൽ ചിലത് ITI ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് മാത്രമായിട്ട് എഴുതാൻ പറ്റണം എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പൊ ആ ഒരു പെറ്റീഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. വിച്ച് മീൻസ് നിങ്ങൾ 10th ലെവൽ അല്ലെ 10th ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം, എക്സാം എഴുതാം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാവർക്കും എന്ത് ചെയ്യാം, 10th ക്വാളിഫൈഡ് ആയ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ എക്സാമുകൾ എഴുതാം. അപ്പോൾ ഒഫീഷ്യലായി കേസ് ഡിസ്മിസ് ചെയ്ത, പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും ഇനി എക്സാം എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ എന്ത് വേണ്ട, ടെൻഷൻ വേണ്ട. എല്ലാവർക്കും എന്ത് ചെയ്യാം, എക്സാം എഴുതാനായിട്ട് പറ്റും. അതായത് ITI ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും 10th ക്വാളിഫൈഡ് ആയവരും എന്താണ്, ദേ ആർ എലിജിബിൾ ഫോർ ദി എക്സാം. ക്ലിയർ ആണ്? അതായത് എല്ലാവർക്കും എഴുതാം. ITI ക്വാളിഫൈഡ് ആയവർക്കും എഴുതാം, 10th എഴുതാം. ITI ക്വാളിഫൈഡ് അവർക്ക് മാത്രം എഴുതാൻ പറ്റണം എന്നുള്ളായിരുന്നു പെറ്റീഷൻ എന്ന് പറയുന്നത്. അത് കോർട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ട്രൈബ്യൂണൽ എന്ത് ചെയ്തിരിക്കുകയാണ്, ഒഫീഷ്യലായിട്ട് തന്നെ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവർക്കും എന്ത് ചെയ്യാം, എക്സാം എഴുതാം എന്നുള്ളത് തന്നെയാണ്. ക്ലിയർ ആണല്ലോ? അതിനകത്ത് ഇനി ആർക്കും ഒരു സംശയം വേണ്ട. അപ്പൊ എല്ലാവർക്കും പ്രധാനമായിട്ടും വരുന്ന ഒരു സംശയം എന്ന് പറയുന്നത്, കേസ് ഡിസ്മിസ് ചെയ്ത സ്ഥിതിക്ക് നമുക്കിനി എക്സാം ഡേറ്റിന്റെ കാര്യത്തിൽ എന്ത് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. എക്സാം ഡേറ്റിന്റെ കാര്യത്തിൽ അപ്പൊ ഇപ്പൊ നിങ്ങൾ RRBയുടെ സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു നോട്ടീസ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഓൾറെഡി മറ്റൊരു നോട്ടിഫിക്കേഷൻ കാണിച്ചിരുന്നു, ഒരുപാട് സ്പ്രെഡ് ആയ മറ്റൊരു നോട്ടീസ് നമ്മൾ കാണിച്ചിരുന്നു അല്ലെ. അത് ഫേക്ക് ആണ് എന്ന് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, RRBയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു സൈറ്റിലും ഈ നിമിഷം വരെ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പുതിയൊരു എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള സാധനം ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, RRBയുടെ സൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് കിടക്കുന്ന നോട്ടിഫിക്കേഷനിൽ എന്ത് തന്നെയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, 17th നവംബറിന് തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ എന്ത് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത് അല്ലെ. പക്ഷെ അതുകൊണ്ട് ഈ പറയുന്ന 17ാം തീയതി തന്നെ എക്സാം നടക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാവർക്കും അതായിരിക്കും ഡൗട്ട് കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ 17ന് തന്നെ എക്സാം നടക്കും എന്ന് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിനകത്ത് ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് താഴെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പാർട്ട് നിങ്ങൾ നോക്കുക. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സാമിന് 10 ദിവസം മുൻപായിട്ട് നിങ്ങൾക്ക് എന്ത് വന്നിരിക്കും, സിറ്റി ഇന്റിമേഷൻ വന്നിരിക്കും അല്ലെ. സിറ്റി ഇന്റിമേഷൻ വന്നിരിക്കും, അല്ലെങ്കിൽ മറ്റു ഹാൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം വരേണ്ട സമയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഡേറ്റ് അറിയാം, 12ാം തീയതി ആയി അല്ലെ. 12ാം തീയതിയായി. ഈ 17ാം തീയതി നടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ്, നിങ്ങൾക്ക് ഇനി 5 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ നിമിഷം വരെ നിങ്ങളുടെ പ്രൊഫൈലിൽ എന്ത് വന്നിട്ടില്ല, സിറ്റി ഇന്റിമേഷന്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അതിന്റെ പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ 17ന് 17ന് എക്സാമുകൾ നടക്കാനുള്ള സാധ്യത ഇനി വളരെ കുറവാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ 17ന് ഇനി എന്ത് നടക്കാൻ ചാൻസ് കുറവാണ്, എക്സാം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒഫീഷ്യലായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ പുതിയ എക്സാം ഡേറ്റോ കാര്യങ്ങളോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. പക്ഷേ ഈ 17ാം തീയതി എക്സാം നടക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ 7ാം തീയതി അല്ലെങ്കിൽ 8ാം തീയതി 10ാം തീയതിക്ക് അകത്തെങ്കിലും നിങ്ങൾക്ക് എന്ത് വരേണ്ടായിരുന്നു, സിറ്റി ഇന്റിമേഷന്റെ കാര്യങ്ങളെല്ലാം വരേണ്ടായിരുന്നു. ഹാൾ ടിക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം വരേണ്ട സമയമാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം വരെ എന്ത് ചെയ്തിട്ടില്ല, നിങ്ങളുടെ പ്രൊഫൈൽ അതിന്റെ കാര്യങ്ങൾ വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എക്സാം ഈ 17ന് നടക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനി ഒരു കൺഫർമേഷൻ പറയാനായിട്ട് പറ്റുമോ? ഇല്ല, നമുക്കത് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. 17th പോസ്റ്റ്പോൺ ചെയ്യാൻ തന്നെയാണ് ചാൻസ്. ഓക്കെ,
പക്ഷേ ഈ നിമിഷം വരെ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പഠിക്കുക. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നമ്മൾ എക്സാം മാറ്റും, അല്ലെങ്കിൽ മാറ്റിയാൽ തന്നെ ഞാൻ പറയുന്നു, ഇൻ കേസ് ഒരു പോസ്റ്റ്പോൺ ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ പോലും ഒരുപാട് നാളത്തേക്ക് നീട്ടി വെക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് അല്ലെ. കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും, കേസിന്റെ അപ്ഡേറ്റ് വന്നപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇതിനകത്ത് വലിയ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഈ പ്രൊസീജിയേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ സാവകാശം മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എക്സ്പെക്ട് ചെയ്താൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഒരുപാട് നാൾ മാറ്റി വെക്കുമെന്നോ കാര്യങ്ങളൊന്നും വേണം. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിത്തം തുടർന്നുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, നിലവിൽ നമുക്ക് 17th എക്സാം നടക്കുന്നതിന്റെ പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ഒഫീഷ്യലി. പക്ഷേ ഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, പഠിത്തം സ്റ്റോപ്പ് ചെയ്യേണ്ട. 17ാം തീയതി തന്നെ നടക്കാൻ ചാൻസ് കുറവാണ്, വളരെ 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 കുറവാണ്, ഏകദേശം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. എങ്കിൽ പോലും അതിൽ നിന്ന് പോസ്റ്റ്പോൺ ചെയ്താലും ഒരുപാട് ദിവസങ്ങളിലേക്ക് നീണ്ടു പോകുമെന്ന് നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യേണ്ട, വിചാരിക്കേണ്ട. അതുകൊണ്ട് നമ്മൾ പഠിത്തം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു സിറ്റുവേഷൻ നിലവിൽ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. കേസിന്റെ കാര്യത്തിൽ വലിയ അപ്ഡേറ്റോ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ, പെറ്റീഷൻ ഡിസ്മിസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഡിലേയും ഇല്ലാതെ നമുക്ക് എന്ത് വരും, എക്സാം വരും. ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ നടന്നില്ലെങ്കിൽ തൊട്ടടുത്തൊരു ഡേറ്റ് എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. അപ്പോൾ പഠനം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക, ഒരു കാരണവശാലും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് നമ്മുടെ PVQs കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ കൃത്യമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അതെല്ലാം ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്സ് ഈ ഒരു എക്സാമിന് എങ്ങനെയാണോ ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിലും സീരിയസ് ആയിട്ട് കുറച്ചും കൂടെ എഫേർട്ട് എടുത്ത് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പഠിക്കാനായിട്ട്. ഓക്കെ, ചെറിയൊരു ബ്രേക്ക് കിട്ടി, കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയെന്ന് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. സ്റ്റോപ്പ് ചെയ്യണ്ട, ബ്രേക്ക് അല്ല. ഓക്കെ, ബ്രേക്ക് അല്ല, കുറച്ചും കൂടെ ഇമ്പ്രൂവ്. ഇനി പഠിച്ചിട്ടില്ലാത്ത സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കവർ ചെയ്യാനുള്ള ഒരു എക്സ്ട്രാ ടൈം കിട്ടി എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നിലവിൽ ഈ ഒരു എക്സാമിന്റെ കേസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോവുക. പഠിത്തം നല്ല ഉഷാറായിട്ട് തന്നെ നടക്കുക. നമ്മളോടൊപ്പം നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളെല്ലാം കണ്ട് കൃത്യമായിട്ട് പഠിക്കാനും കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ഡിയുടെ അപ്ഡേറ്റ് പറയുമ്പോൾ തന്നെ നമ്മുടെ NTPCയുടെ നോട്ടിഫിക്കേഷൻ വന്നാലും ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കാണും. ഒരുപാട് പേര് ഇപ്പൊ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ, ഇനി അപ്ലൈ ചെയ്യാനായിട്ട് നിൽക്കുന്നവർ കാണും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓൾറെഡി ഇപ്പൊ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന്, നിങ്ങൾ പഠനം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിത്തവും എല്ലാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ടൈമാണ്. അപ്പൊ അതിനുവേണ്ടി പഠിച്ചു തുടങ്ങണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള പഠനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾക്ക് സ്ക്രോളിൽ നമുക്ക് നമ്പർ കാണാനായിട്ട് പറ്റും. അതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബാച്ചിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും കിട്ടുന്നതാണ്. ടൈം ഒരു പ്രശ്നമല്ല, എനിക്ക് ലൈവായിട്ട് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ടൈം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അല്ലാത്തവരാണെങ്കിലും ഒന്നും നിങ്ങൾക്കൊരു പ്രശ്നമായില്ല. അതുപോലെ തന്നെ ഒരു കൃത്യമുള്ള സ്റ്റഡി പ്ലാൻ കാണും, ഏതൊക്കെ ദിവസങ്ങളിൽ എന്തെല്ലാം ടോപ്പിക്സ് പഠിക്കണം, ഓരോ ദിവസവും എന്തെല്ലാം പഠിക്കണം, അത് ടൈം ഓറിയന്റഡ് ആയിട്ട് എല്ലാം പഠിക്കാനുള്ള സ്പെസിഫിക് സ്റ്റഡി പ്ലാൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കാണും. അത് ഉറപ്പുവരുത്താൻ വേണ്ടി പേഴ്സണൽ മെന്റർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കാണും. ഓക്കെ, ടോപ്പിക് കവറേജ്, റിവിഷൻ സെക്ഷൻസ് എല്ലാം എൻ്റെ കൂടെ. ആൻഡ് കറന്റ് അഫയേഴ്സ് ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കുക വേണ്ട, ഡെയിലി, വീക്ക്ലി, മന്ത്ലി ബേസിസിൽ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് കിട്ടും. അപ്പോൾ പഠിക്കണം അല്ലെങ്കിൽ ഈ ഒരു ജോലി ക്രാക്ക് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവരെല്ലാവരും എത്രയും പെട്ടെന്ന് സ്ക്രോളിൽ നമ്പറിലേക്ക് കാണാം, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് എക്സാമിന്റെ അപ്ഡേറ്റ്. എല്ലാവരും കൃത്യമായിട്ട് നിങ്ങളുടെ പഠനവും കാര്യങ്ങളും എല്ലാം കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, എത്രയും വേഗം തന്നെ എക്സാം നടക്കും. ഡേറ്റിൽ ചേഞ്ചസ് ഉണ്ടാവുന്നതാണ് നമ്മൾ നിലവിൽ എക്സ്പെക്ട് ചെയ്യുന്നുള്ള മാത്രം എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ ചാനൽ ത്രൂ കൃത്യമായിട്ട് ഓൺ ടൈം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. സോ സീ യു, ഓൾ ദ ബെസ്റ്റ്.